തസ്യ നാനാഞ്ജനാശലാഖ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോ നമുക്കിപ്പോ ദാമോദര മാസം കഴിഞ്ഞു. ഇപ്പൊ ദാമോദര മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത അത്ര വലിയ ഭയങ്കരമായിട്ടുള്ള ഫെസ്റ്റിവൽ ഒന്നും വരുന്നില്ല ഇനി ഒരു മാസത്തെ. ഇനി അടുത്ത മാസമാണ് അടുത്ത ഫെസ്റ്റിവൽ വരുന്നത്. അപ്പൊ അടുത്ത മാസം എന്ന് പറയുന്നത് മലയാള മാസത്തിൽ വൃശ്ചിക മാസമാണ്. വൃശ്ചിക മാസത്തില് 2 ഏകാദശിയാണ് വരുന്നത്. ഈ 2 ഏകാദശിക്കും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യമുണ്ട്. അതായത് സാധാരണ നമുക്ക് 24 ഏകാദശി ഉണ്ട്. ആ 24 ഏകാദശിയിൽ ചില ഏകാദശികൾക്ക് കുറച്ചുകൂടെ മഹാത്മ്യം കൂടുതലാണ്. 24 ഏകാദശികൾക്കും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ചില ഏകാദശികൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പൊ വൃശ്ചിക മാസത്തില് 2 ഏകാദശി വരുന്നുണ്ട്. അതായത് കറുത്ത ഏകാദശിയും വരുന്നുണ്ട്, വെളുത്ത ഏകാദശിയും എന്ന് പറഞ്ഞ് 2 ഏകാദശി വരുന്നുണ്ട്. അപ്പൊ വൃശ്ചിക മാസത്തിന്റെ ആദ്യം വെളുത്ത ഏകാദശിയും അത് കഴിഞ്ഞ് വരുന്നതാണ് കറുത്ത ഏകാദശി. അപ്പൊ വെളുത്ത ഏകാദശിയാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് വൃശ്ചിക മാസത്തിൽ വരുന്ന വെളുത്ത ഏകാദശിയാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. എന്നാൽ വൃശ്ചിക മാസത്തിൽ വന്ന കറുത്ത ഏകാദശി നമ്മൾ തൃപ്പയാർ ഏകാദശിയായിട്ടാണ് ആചരിക്കുന്നത്. അപ്പം 2 ഏകാദശിയും വൃശ്ചിക മാസത്തിൽ വരുന്ന 2 ഏകാദശിക്കും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യങ്ങളുണ്ട്. അപ്പം വെളുത്ത ഏകാദശിക്കും ഉണ്ട്, കറുത്ത ഏകാദശിക്കും ഉണ്ട് മഹാത്മ്യം. സാധാരണ വൈഷ്ണവ ടെമ്പിൾസില് കറുത്ത ഏകാദശികൾ അങ്ങനെ ആചരിക്കാറില്ല. വെളുത്ത ഏകാദശികളാണ് കൂടുതലും എന്താ പറയാ ആചരിക്കാറ്. പക്ഷെ വൃശ്ചിക മാസത്തിൽ വരുന്ന കറുത്ത ഏകാദശി ആചരിക്കുന്നതിന് പിന്നീടൊരു കഥയുണ്ട്. അത് മാത്രമല്ല തൃപ്പയാർ ഏകാദശി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിൽ പുരാണമായിട്ടുള്ള ഒരു അമ്പലമുണ്ട്, തൃപ്പയാർ അമ്പലം. അല്ലെങ്കിൽ നമ്മൾ തൃപ്പയാർ അപ്പൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഭഗവാൻ ഇവിടെ കേരളത്തിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ തൃപ്പയാർ ഏകാദശി എന്താ പറയാ തൃപ്പയാർ അപ്പന്റെ ഒരു ഇതിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പം ഇത് ശ്രീരാമസ്വാമിയുടെ അമ്പലമാണ്. അതായത് ശ്രീരാമസ്വാമിയാണ് ഇവിടെ പൂജിക്കുന്നത്, ഭഗവാനെ അല്ല, ശ്രീരാമസ്വാമിയാണ് ഇവിടെ പൂജിക്കുന്നത്. അപ്പോ നമുക്കറിയാം ശ്രീരാമസ്വാമിക്ക് ബാക്കിയല്ലാതെ 3 സഹോദരന്മാരാണ് ഉള്ളത്. ശ്രീരാമസ്വാമി, ലക്ഷ്മണ, ഭരതൻ, ശത്രുഘ്നൻ, അങ്ങനെ ബാക്കി 3 സഹോദരങ്ങളുണ്ട്. അപ്പൊ ഈ 4 പേർക്കും ആ ഒരു സ്ഥലം തൃപ്പയാർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ 4 അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ഈ കഥ തുടങ്ങുന്ന എങ്ങനെയാന്ന് വെച്ചാല് ദ്വാപര യുഗത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതായത് ഭഗവാൻ വന്നിട്ട് ശ്രീരാമസ്വാമിയുടെയും സഹോദരന്മാരുടെയും ശില്പങ്ങൾ വെച്ച് പൂജിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ പൂജിക്കുന്ന ശില്പങ്ങളായിരുന്നു ഈ ശില്പങ്ങൾ. അപ്പൊ 4 ശില്പങ്ങളുണ്ട്. ശ്രീരാമസ്വാമിയുടെ സഹോദരന്മാരുടെയും 4 ശില്പങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു, ഈ ദ്വാപര യുഗ സമയത്ത് ഈ വിഗ്രഹങ്ങൾ പൂജിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഭഗവാന്റെ സ്വർഗാരം ഈ വിഗ്രഹങ്ങളും ദ്വാരകയോടൊപ്പം കടലിന്റെ അടിയിൽ പോവുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇങ്ങനെ ഒരുപാട് ഒഴുകി ഒരു സ്ഥലത്ത്, തൃപ്പയാർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, അവിടുത്തെ ആ ഒരു എത്തിയ സമയത്ത് മുക്കുവന്മാരുടെ വലയിൽ ഈ 4 വിഗ്രഹവും എന്ത് ചെയ്തു, ഈ 4 വിഗ്രഹവും ഈ മുക്കുവന്മാരുടെ വലയില് കുടുങ്ങിയുണ്ടായി. അപ്പൊ ഈ മുക്കുവന്മാരെന്ത് ചെയ്തു, ഈ വിഗ്രഹങ്ങളെല്ലാം 4 വിഗ്രഹങ്ങളെ എടുത്ത് അപ്പം വിഗ്രഹങ്ങളാണല്ലോ സാധാരണ അവിടെ ആ സമയത്ത് വിഗ്രഹങ്ങൾ എങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അവിടുത്തെ ഒരു വലിയൊരു ആചാര്യനായിട്ടുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലാണ് കൊണ്ടു കൊടുക്കുന്നത്. കാരണം ഇതിപ്പോ അവർക്ക് മുക്കുവന്മാർക്ക് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവർ ഈ 4 വിഗ്രഹങ്ങളും അതോടുകൂടി എടുത്ത് ആർക്ക് കൊണ്ടു കൊടുത്തു, അവിടുത്തെ വലിയൊരു ആചാര്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അപ്പൊ ആ ആചാര്യൻ ഇത് കണ്ടിട്ട്, അപ്പൊ ഈ വിഗ്രഹങ്ങളുടെ ആ ഒരു തേജസ്സും കാര്യങ്ങളും കാണുമ്പോഴേ മനസ്സിലായി അതിപ്പോ വെറും ഒരു വിഗ്രഹമല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കുകയും ഇത് ദ്വാപര യുഗത്തിലെ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അത് മാത്രമാണ് ഇതിന് അത്രയും മഹാത്മ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ചെയ്തു. അപ്പൊ അതേ ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള ആചാര്യനായിരുന്നു. വലിയ സിദ്ധി ഭക്തിയൊക്കെ ഉള്ളായിരുന്ന അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് ആ വിഗ്രഹം കൊണ്ട്, അതായത് ആ വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു 4 പ്രാവുകളെ അദ്ദേഹം
തന്റെ സിദ്ധി കാരണം 4 പ്രാവുകളെ അദ്ദേഹം ആ വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഈ 4 പ്രാവുകളെ അദ്ദേഹം പറത്തിവിട്ടു. അപ്പൊ 4 വിഗ്രഹങ്ങളുണ്ട്. അപ്പൊ 4 പ്രാവുകളെയും അദ്ദേഹം പറത്തിവിട്ടു. എന്നിട്ട് ഈ 4 പ്രാവുകൾ എവിടെയൊക്കെയാണോ പോയിരിക്കുന്നത് അവിടെയൊക്കെ ഈ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ പ്രാവ്, ശ്രീരാമസ്വാമിയുടെ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് തൃപ്പയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് വന്ന് ആ ഒരു സ്ഥലത്താണ് വന്നിരുന്നത്. അപ്പൊ അത് മാത്രമല്ല, അടുത്ത് ലക്ഷ്മണസ്വാമിയുടെ പ്രാവ് ഭരതന്റെ ഭരത സ്വാമിയുടെ പ്രാവ് പോയിട്ട് കൂടൽ മാണിക്യം എന്ന് പറയുന്നത്, തൃപ്പയാറിന്റെ തന്നെ കുറച്ച് ആ ഒരു ചുറ്റളവിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൂടൽ മാണിക്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്തും, ലക്ഷ്മണസ്വാമിയുടേത് മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തും, അതേപോലെ ശത്രുഘ്ൻ്റെത് പായമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ ഈ 4 പ്രാവുകളും 4 സ്ഥലത്തായിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ശത്രുഘ്ൻ്റെയും ഭരതന്റെയും കുറച്ചടുത്താണ്, ബാക്കിയുള്ളത് ഇച്ചിരി ദൂരെയാണ്. അപ്പൊ ഈ 4 പ്രാവുകളും 4 സ്ഥലത്ത് പോയിരുന്നു. എന്നിട്ട് ഈ 4 സ്ഥലത്തും ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. അപ്പോ അങ്ങനെയാണ് തൃപ്പയാർ വന്നിട്ട് തൃപ്പയാറപ്പന്റെ, അത് ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം സ്ഥാപിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ശ്രീരാമസ്വാമിയുടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ ശ്രീരാമസ്വാമി ഭയങ്കര എന്താ പറയാ കാമായിട്ട് മര്യാദ പുരുഷോത്തമനായിട്ടാണ് സാധാരണ അമ്പലങ്ങളിൽ ഉള്ളത്, അല്ലെ? നമുക്ക് അവിടെ നമ്മള് എന്താ പറയാ നല്ല പൂജകളും നല്ല പതിയെ കാരണം ശ്രീരാമസ്വാമി എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്. ഭഗവാന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ശാന്തനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എല്ലാവർക്കും ഒരു മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമസ്വാമി. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് ശ്രീരാമസ്വാമിയുടേത്. എന്നാൽ ഈ അമ്പലത്തില് ശ്രീരാമസ്വാമി എല്ലാ അമ്പലങ്ങളിൽ നിന്നും വിപരീതമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ശ്രീരാമസ്വാമി കരഭൂഷണന്മാരെയും 10,000-കണക്കിന് അവരുടെ അസുരന്മാരെയും വെറും 3 നാഴിക കൊണ്ട് വധിക്കുന്ന സമയത്ത്, ശ്രീരാമസ്വാമി വധിച്ച സമയത്ത് വധിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു രൂപം ഉണ്ടല്ലോ, ഈ കരഭൂഷണന്മാരെയും പിന്നെ ഈ 10,000-ൽ പരം അസുരന്മാരെ വധിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഉഗ്ര സ്വരൂപത്തിലാണ് ശ്രീരാമസ്വാമി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഉഗ്ര സ്വരൂപമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അപ്പൊ ഈ ഉഗ്രത, അദ്ദേഹത്തിന്റെ ഈ ഒരു ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശ്രീരാമസ്വാമിയുടെ തന്നെ തൊട്ടിപ്പുറത്തിൽ വലതും ഇടതുമായിട്ട് ലക്ഷ്മി ദേവിയെയും ഭൂദേവിയും ആ അമ്പലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വില്യമംഗലം സ്വാമിയാർ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ അമ്പലത്തില് ഒരു ഡോർ ഉണ്ട്, ആ ഡോർ അടച്ചാണ് ഇട്ടിരിക്കുന്നത്. ആ ഡോറിന്റെ ഫ്രണ്ടില് വിളക്ക് കത്തിച്ച് വെക്കാറുണ്ട്, പക്ഷെ ആ ഡോറ് തുറക്കാറില്ല. കാരണം വില്യമംഗലം സ്വാമിയാർ ഒരിക്കൽ ഈ അമ്പലത്തിൽ വന്ന സമയത്ത് ഈ ഡോറ് അതായത് ദേവിമാര് ലക്ഷ്മി ദേവിയും ഭൂദേവിയും ഇവർ രണ്ടുപേരും ഭഗവാനെ സേവിച്ചിട്ട് ഈ ഡോറ് വഴി, അന്ന് അവിടെ ദേവി സാന്നിധ്യം ഇല്ലായിരുന്നു, ദേവിനെ പ്രതിഷ്ഠിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഈ ഡോറ് വഴി ഭഗവാനെ സേവിച്ചിട്ട് ഈ ഡോറ് വഴി ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുന്നത് വില്യമംഗല സ്വാമിയാർ കാണാണ്. അപ്പൊ ഭഗവാന്റെ ഈ ഉഗ്ര സ്വരൂപം മാത്രമല്ല ദേവിമാരുടെ സാന്നിധ്യം അവിടെ കണ്ടതുകൊണ്ട് അതവിടെ ഉറപ്പിക്കാൻ വേണ്ടി വില്യമംഗല സ്വാമിയാർ ആരും അറിയാതെ ആ ഡോറ് പോയി അടയ്ക്കുകയാണ്. ആ ഡോർ അടച്ചതിന് ശേഷം ആണ് ദേവിമാരെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. ലക്ഷ്മി ദേവിയെയും ഭൂദേവിയെയും ഭഗവാന്റെ ഇപ്പുറത്തും സ്ഥാപിക്കുന്നത്. ആ ഡോറ് വില്യമംഗല സ്വാമിയാർ അടച്ച അങ്ങനെ ഒരു ഐതിഹ്യം അതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ ഇവിടെ വില്യമംഗല സ്വാമിയാറാണ് അവിടെ ലക്ഷ്മി ദേവിയും ഭൂദേവിയെ സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ ലക്ഷ്മി ദേവിയും ഭൂദേവിയും ഉള്ളത് കൊണ്ട് തന്നെ ഭഗവാന്റെ ദേഷ്യം കുറച്ച് കുറവുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ അല്ലാതെ അയ്യപ്പൻ, പിന്നെ അതേപോലെ ഗണപതി, പിന്നെ ചാത്തൻ, അതേപോലെ എന്താ പറയാ ശ്രീകൃഷ്ണ ഭഗവാൻ, ഇങ്ങനത്തെ ഓരോ ഉപദൈവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ചാത്തനുണ്ട്. അപ്പൊ ചാത്തന് ഒരുപാട് പൂജകൾ ഇവിടെ ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ ചാത്തനെന്ന് പറയുമ്പോ എന്താ പറയാ മന്ത്രവാദ ആ ഒരു രീതിയിലാണ് എടുക്കുക. പക്ഷെ ഇവിടെ ഈ അമ്പലത്തിലുള്ള ചാത്തന് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പൂജകളുണ്ട്. ആ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള, അതായത് നമുക്ക് ചുറ്റുമുള്ള ശത്രു ആ ഒരു ഇതും, അത് മാത്രമല്ല നമ്മളെ എന്താ പറയാ നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളെയും അദ്ദേഹം വന്നിട്ട് നിർത്തും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു ചാത്തന്റെ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല്ലെന്ന് അറിയത്തില്ല. എന്നാലും അങ്ങനെ ഒരു ഇതും ഇവിടെ പറയുന്നുണ്ട്.
പിന്നെ ഇവിടുത്തെ അമ്പലത്തെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ വിഗ്രഹത്തെ പറ്റി പറയണം. ഇവിടുത്തെ വിഗ്രഹം ഒരു ത്രിമൂർത്തി വിഗ്രഹമാണ്. പക്ഷെ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹമാണെങ്കിലും അതൊരു ത്രിമൂർത്തി ഭാവത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം ഇരിക്കുന്നത്. അതായത് ഭഗവാൻ 4 ചതുർഭുജ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചതുർഭുജ രൂപത്തില് 2 കൈയില് ശംഖും ചക്രവും ഉണ്ട്. അപ്പൊ ശ്രീരാമസ്വാമിയാണ്, പക്ഷെ ചതുർഭുജ രൂപത്തിലാണ് ഇരിക്കുന്നത്. 2 കൈയില് ശംഖും ചക്രവും ഉണ്ട്. അപ്പൊ ശംഖ് ചക്രം ഉള്ളത് കൊണ്ട് അതൊരു വിഷ്ണു ഭഗവാന്. ശംഖും ചക്രവും ചതുർഭുജവും ഭഗവാനാണല്ലോ ഉള്ളത്. അപ്പം വിഷ്ണു ഭഗവാന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബാക്കി 2 കൈകളിൽ ഒരു കൈയില് അദ്ദേഹത്തിന് എന്താ പറയാ കോദണ്ഡമുണ്ട്. ഒരു കയ്യിൽ കോദണ്ഡമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ കോദണ്ഡം ഉള്ളത് കൊണ്ട് തന്നെ അത് മഹാദേവനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി ഒരു കൈ അഭയമുദ്ര അതേ സമയത്ത് അക്ഷയമാല കയ്യിലുണ്ട്. അപ്പൊ അത് ബ്രഹ്മദേവനെയാണ് എന്താ പറയാ സമിജ. അപ്പൊ ഈ ഒരു വിഗ്രഹത്തില്, ഈ ഒരു അമ്പലത്തിലുള്ള ഈ ഒരു വിഗ്രഹത്തില് 3 ത്രിമൂർത്തി ഭാവത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അതായത് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, ഈ 3 പേരും ആ ഒരു എന്താ പറയാ വിഗ്രഹത്തിലുണ്ട്. അപ്പോ ഈ 3 പേരുള്ളത് കൊണ്ട് തന്നെ ആ വിഗ്രഹത്തിലെ ശൈവഭാവം ഉണ്ട്. മഹാദേവന്റെ ഇത് ഉള്ളത് കൊണ്ടാണ് കറുത്ത പക്ഷത്തിൽ ഈ ഏകാദശി ആചരിക്കുന്നത്. കറുത്ത പക്ഷത്തിലുള്ള ഏകാദശിയായിട്ട് തൃപ്പയാർ ഏകാദശി ആചരിക്കുന്നത്. അതിന് കാരണം ആ വിഗ്രഹത്തില് മഹാദേവന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഏകാദശി കറുത്ത പക്ഷത്തിൽ, തൃപ്പയാർ ഏകാദശി കറുത്ത പക്ഷത്തിൽ ആചരിക്കുന്നത്. സാധാരണ വൈഷ്ണവ അമ്പലങ്ങളിൽ വെളുത്ത പക്ഷത്തിലാണ് ഏകാദശി ആഘോഷിക്കാറ്. പക്ഷെ തൃപ്പയാർ മാത്രമാണ് കറുത്ത പക്ഷത്തില് ഏകാദശി ആഘോഷിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഉത്സവം, കൊടിയേറിയുള്ള ഉത്സവങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടിമരം ഈ അമ്പലത്തിലില്ല. കൊടിയേറി ഇവിടെ ഉത്സവങ്ങൾ ചെയ്യാറില്ല, കൊടിമരമില്ല. എന്നാൽ ഇവിടെ ആഘോഷങ്ങളുണ്ട്. നമ്മള് ഇതേപോലെ തൃപ്പയാർ ഏകാദശി സമയത്തും അതേപോലെ അല്ലാത്ത സമയങ്ങളിലും ഇവിടെ ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളും ഒരുപാട് തന്നെ ഉണ്ട്. ഈ അമ്പലത്തില് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പൂജകൾ ചെയ്യുന്നുണ്ട്. അതായത് ദൂരെ നിന്നുള്ള ആൾക്കാർ പോലും ഈ അമ്പലത്തിലോട്ട് വന്ന് ഈ എന്താ പറയാ ഒരുപാട് പൂജകൾ ചെയ്യുന്നുണ്ട്. ഈ അമ്പലത്തിൽ ചെയ്യുന്ന പൂജകൾക്കെല്ലാം അതിന്റെ ഫലം, അതായത് നമ്മുടെ എന്താ പറയാ ദാരിദ്ര്യം, അതേപോലെ ശത്രുത, പിന്നെ നമുക്ക് ചുറ്റുമുള്ള ദുഷ്ടശക്തികള്, ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിൽ വന്ന് നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോയി നമ്മള് എന്താ പറയാ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, തൃപ്പയാർ അപ്പൻ എന്നാണ് ഈ അമ്പലത്തിലെ ഭഗവാനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന പോലെ ഇവിടെ പോകുമ്പോൾ തൃപ്പയാർ അപ്പൻ എന്നാണ് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ വിളിക്കുന്നത്. അങ്ങനെ ആ തൃപ്പയാർ അപ്പനെ നമ്മൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറും. അവിടെ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇനി എന്ന് പറയുന്നത് ഇവിടെ ആറാട്ട് പൂരം നമുക്കറിയാം. ആ ആറാട്ടുപുഴ പൂരം കേരള ശില്പം, അല്ലെങ്കിൽ ഒരു വൈഷ്ണവ ഇത് വരുന്നത് ഈ തൃപ്പയാറപ്പനാണ്. കാരണം ഈ പൂരത്തില് കൂടുതലും ദേവിമാരും മാത്രമല്ല പ്രമാണികൾ, അങ്ങനത്തെ ഒരു ഇതാണ് ഇതില് പങ്കെടുക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ഇതായിട്ട് വരുന്ന ഒരേ ഒരു പ്രതിനിധി, അല്ലെങ്കിൽ ഒരേ ഒരു ഇത് തൃപ്പയാറപ്പന്റെയാണ്, ഈ ആറാട്ടുപൂരത്തിന്. അതൊരു വലിയ ഉത്സവം പോലെയാണ് അവർ നടത്തുന്നത് ഈ ഒരു സമയത്ത്. മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ആൾക്കാരും കാര്യങ്ങളും, അവിടുത്തെ അമ്പലത്തിലുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ പങ്കുചേർന്ന് അവർ വലിയ രീതിയിൽ അത് ഉത്സവമായിട്ട് നടത്തും. ഇനി എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ എന്താണ് അതായത് ആദ്യത്തെ ബ്രാഹ്മണ കുടുംബമാണ്, കേരളത്തിലെ ആദ്യത്തെ ബ്രാഹ്മണ കുടുംബമാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. തൃപ്പയാർ അമ്പലത്തിൽ പൂജ ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ബ്രാഹ്മണ കുടുംബമാണ്. ഈ ഇവിടുത്തെ ഓരോ പൂജാ രീതികൾക്കും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ടുള്ള പൂജയാണ് മീനൂട്ടെന്ന് നമ്മൾ പറയും. ഈ തൃപ്പയാർ അമ്പലത്തിൽ ഈ ഒരു പൂജ, മീനൂട്ടെന്ന് പറയുന്ന പൂജ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ എമ്പാനം അത് എന്താ പറയാ പ്രസിദ്ധമാണ്. കാരണം അത് അത്രയും പ്രാധാന്യമുള്ള പൂജയാണ്. അതായത് തൃപ്പയാർ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു നദിയുണ്ട്. ആ നദിയിൽ ഒരുപാട് മീനുകളുണ്ട്. ആ മീനുകളെ ഇവിടുത്തെ പ്രസാദമായിട്ടുള്ള അവിടെ തരുന്ന ആ ഒരു
ഭക്ഷണം നമ്മൾ ആ മീനുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതോടുകൂടി മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ പല ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതലും ഈ ആസ്മ, ശ്വാസം മുട്ടല്, ചുമ അല്ലെങ്കിൽ ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ അമ്പലത്തിൽ പോയിട്ട് മീനൂട്ട് എന്ന് പറയുന്ന വഴിപാട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു ഈ ഇത് എന്താ പറയാ, അവരുടെ ഉള്ളിലുള്ള ഈ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് മാറി കിട്ടും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാല്, വേറൊരു ഉത്സവം എന്ന് പറഞ്ഞാല് ശ്രീരാമസ്വാമി സീതാദേവിനെ അതായത് ശ്രീരാമസ്വാമി സീതാദേവിനെ അന്വേഷിക്കുന്ന സമയത്ത് രാവണൻ സീതാദേവിയെ കൊണ്ടുപോയ സമയത്ത് ഹനുമാനെ വിടുന്നുണ്ടല്ലോ സീതാദേവിയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹനുമാനെ കാണാൻ വേണ്ടി സീതാദേവിയെ കാണാൻ വേണ്ടിയിട്ട് ഹനുമാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ തിരിച്ചു വരുന്നത് സീതാദേവിയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ തിരിച്ചു വരുന്നത് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഒരുപാട് 101 പരം വെടികൾ വെച്ചിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പൊ ഈ അമ്പലത്തില് അങ്ങനത്തെ ഒരു ഇതുണ്ട്. മാത്രമല്ല ഈ തൃപ്പയാർ ഏകാദശി, അതായത് അടുത്ത മാസം വരുന്ന തൃപ്പയാർ ഏകാദശിക്ക് ഈ അമ്പലത്തിൽ പിന്നെയും ഒരു മഹാത്മ്യമുണ്ട്. ആ ഒരു ദിവസം മുഴുവൻ ഈ അമ്പലം ആ ഒരു ദിവസം തൃപ്പയാർ ഏകാദശിക്കും അതിന്റെ മുന്നത്തെ ഒരാഴ്ച തുടങ്ങുന്ന ആ കാര്യങ്ങളാണ് അത് ഏകാദശിയിൽ അന്ന് അവസാനിക്കുകയാണ്. അപ്പൊ ആ ഒരു ആഴ്ച മുഴുവൻ ഭഗവാന് പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളും മാത്രമല്ല വിളക്കുകളും അങ്ങനെ ഒരുപാട് രീതിയിൽ, പിന്നെ അവിടെ അമ്പലത്തിൽ തന്നെ വലിയ വലിയ പൂജകളും കാര്യങ്ങളും നടത്താറുണ്ട്. പിന്നെ ഏകാദശി ദിവസം അവിടുത്തെ ശാസ്താവിനെ എഴുന്നള്ളിച്ചു കൊണ്ടാണ് അത് തുടങ്ങുന്നത്, ഏകാദശിയുടെ ഉത്സവങ്ങൾ തുടങ്ങുന്നത്. പിന്നെ അത് മാത്രമല്ല 4 ആനകൾ ഒരുമിച്ച് ഭഗവാനെ എഴുന്നള്ളിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, സാധാരണ അമ്പലങ്ങളിൽ ഈ ബാക്കിയുള്ള ഉപദൈവങ്ങൾമാര് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ പുറത്തിറങ്ങാറില്ല. പക്ഷെ ഈ അമ്പലത്തില് ഉപദേവന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ പുറത്ത് ശീവേലിക്ക് ഇറങ്ങും. കാരണം ഇവിടെ ഭഗവാൻ ഇറങ്ങുന്നത് ഭഗവാന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവര് ഭക്ഷണം കഴിക്കുന്നത് ഭഗവാന് കാണണം എന്ന രീതിയിലാണ് ഭഗവാൻ ഇവിടെ ആ ഒരു സമയത്ത് ശീവേലിക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇവിടുത്തെ ഭഗവാന് ആ ഒരു ഇതുണ്ട്. മാത്രമല്ല ഭയങ്കര ഉഗ്ര രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ദയ, ഇവിടുത്തെ ഭഗവാൻ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് നല്ലതാണെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ട് നമുക്ക് തരും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശ്രീരാമസ്വാമിനെ സീതാദേവിനെ കണ്ടിട്ട് ഹനുമാൻ വരുമ്പോ ഇവിടെ ആഘോഷിക്കുന്നതാണ്. അപ്പൊ ഒരിക്കൽ ടിപ്പു സുൽത്താൻ ഈ ഒരു വഴി വന്ന സമയത്ത്, തൃപ്പയാർ വഴി വന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഭഗവാന്റെ സ്ഥലങ്ങളിൽ പോയി അതൊക്കെ കീഴടക്കാൻ വേണ്ടി നോക്കുകയാണല്ലോ. അപ്പൊ അതേപോലെ തൃപ്പയാരം വന്നിട്ട് ഇത് കീഴടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ടിപ്പു മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അവിടെ പോവുകയും എന്നിട്ട് അവിടെ ആ സമയത്ത് ആ ഒരു ഇത് നടക്കുകയായിരുന്നു, ആ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. അദ്ദേഹം എന്തെയ്യെന്ന് വെച്ചാല് ആ വെടികളെല്ലാം എടുത്ത് അവിടുത്തെ അടുത്തുള്ള സേത്തുകുളത്തില് കൊണ്ടിടുകയാണ് ചെയ്തത്. അപ്പൊ ഈ വെടികൾ കൊണ്ടിട്ട സമയത്ത് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പൂജാരി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ടിപ്പു സുൽത്താൻ അത് കേൾക്കാതെ അത് കൊണ്ട് അവിടെ ഇടുകയും എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭഗവാൻ അത്രയും ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ അത്രയും പവർ ഉണ്ടെങ്കിൽ ഈ വെടികളെല്ലാം വെള്ളത്തിൽ കിടന്നതിനെ പൊട്ടട്ടെ എന്ന് പറഞ്ഞു. ടിപ്പു സുൽത്താൻ ഇത് പറഞ്ഞു തീർന്നതും ആ വെടികളെല്ലാം വെള്ളത്തിൽ കിടന്ന് തന്നെ പൊട്ടാൻ തുടങ്ങി. അപ്പൊ വെള്ളത്തിൽ വെടികൾ നനഞ്ഞ് ഇല്ലാതെ അവയാണ് ചെയ്യാൻ, പക്ഷെ ഇവിടെ വെടികൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഇത് കണ്ടതിന് ശേഷം ടിപ്പു സുൽത്താനെ മനസ്സിലായി അവിടെയുള്ള ഭഗവാൻ എന്തുമാത്രം ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ എന്തുമാത്രം അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ആ ഒരു ഒറ്റ ഇതേ ഉള്ളൂ. അദ്ദേഹം പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല, അദ്ദേഹം അതുവഴി അങ്ങ് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടിപ്പു സുൽത്താനെ വരെ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള കഥകളും പിന്നീട് തൃപ്പയാർ അപ്പനെ പറ്റി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് തൃപ്പയാർ ഏകാദശിയിൽ അന്ന് അവിടെ പോകുന്നതും ഭഗവാനെ തൊഴുന്നതും അത്രയും മഹാത്മ്യമുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏകാദശി എടുത്താലും, തൃപ്പയാർ ഏകാദശി എടുത്താലും നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പൊ ഈ തൃപ്പയാറിനെ പറ്റി പറയുമ്പോൾ തൃപ്പയാർ ഏകാദശിയും അത്രയും എന്താ പറയാ പ്രാധാന്യമുള്ളതാണ്. തൃപ്പയാർ അമ്പലത്തിനും പ്രാധാന്യമുണ്ട്, അതേസമയത്ത് ഏകാദശിക്കും പ്രാധാന്യമുണ്ട്. ഇനി തൃപ്പയാറിന് പോകുന്ന ആൾക്കാര് ചുറ്റുമുള്ള ബാക്കി ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ അമ്പലങ്ങളിലും പോയി തൊഴണം, എന്നാലേ അതിനൊരു പൂർത്തി വരുള്ളൂ. കാരണം ഇവര് 4 പേരെയും ഒരുമിച്ചാണ് പൂജ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നാലമ്പലവും ഇപ്പൊ ഒരുമിച്ചല്ലെങ്കിലും അവര് അതിന്റെ ചുറ്റളവിൽ തന്നെയാണ്. അപ്പം ആ 4 പേരെയും പോയി തൊഴുതാലേ നമുക്ക് ആ ഒരു പൂർത്തി വരുള്ളൂ, ഭഗവാന്റെ പൂർത്തി വരുള്ളൂ.
മാത്രമല്ല ഇത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണ്. അതിന് അത്രയും പ്രാധാന്യമുണ്ട്. ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹം എന്ന് പറയുമ്പോൾ അത് അത്രയും പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഭഗവാനും ഒരുപാട് തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് ത്രിമൂർത്തികളെ ഒരുമിച്ച് ഭഗവാനെ കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള അമ്പലങ്ങളെ പോലെ തൃപ്പയാർ അമ്പലവും ഒരു പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രമാണ്. അപ്പൊ എല്ലാവരും തൃപ്പയാർ ഏകാദശി എടുക്കുക, തൃപ്പയാർ അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴാം. ഹരേ കൃഷ്ണ.